ഒരു ഓണത്തിൻ്റെ വലിയ സന്തോഷത്തിലാണ് നമ്മൾ. 2-3 ദിവസം കഴിയുമ്പോൾ ഈ ഓണവും ഓണത്തിൻ്റെ സന്തോഷമൊക്കെയും നമ്മളിൽ വരുന്ന തൽക്കാലത്തേക്ക് മാറിപ്പോകും. പിന്നെയും നാം നമ്മുടെ പഴയ മനുഷ്യരായി തിരിച്ചു വരും. നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ സങ്കടങ്ങളും വീണ്ടും നമ്മളുടെ കൂടെ, നമ്മളോടൊപ്പം നമ്മളെ തേടിയെത്തും എന്നുള്ള യാഥാർത്ഥ്യം നമ്മളിപ്പോൾ തിരിച്ചറിയാവുന്നു. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് അപ്രകാരമല്ല. യേശുവിൻ്റെ സ്നേഹവും സമാധാനവും നമുക്ക് അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോക സംഭവങ്ങൾ അതൊക്കെയും വിളിച്ചറിയിക്കുകയല്ല, അതൊക്കെയും നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലും മീഡിയകളിലും കൂടിയൊക്കെ. ഇപ്പോൾ യേശു തരുന്ന സമാധാനം ലോകം മുഴുവനാണ് ആകേണ്ടത്. അത് ആകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ രക്ഷകനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യേശു എവിടെ ഉണ്ടെന്ന് അറിയുന്നുവോ അവിടേക്കൊക്കെയും ജനം ഓടിയെടുക്കുമായി. ധാരാളം ജനങ്ങളാണ് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നത്. അവരൊക്കെയും വലിയ സൗഭാഗ്യത്തിൽ കഴിഞ്ഞുകൂടിയവരല്ലായിരുന്നു. എല്ലാവരും സാധാരണക്കാരും പാവങ്ങളുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതുവരെയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രതിസന്ധികൾക്കൊന്നും ഒരു പരിഹാരം കാണുവാൻ കഴിയാതിരുന്നപ്പോഴാണ് അവർ യേശുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാനിടയായി തീർന്നതും അവരെ യേശു ആശ്വസിപ്പിക്കുകയും ചെയ്തതായി ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം യേശു പറഞ്ഞു, ഞാൻ അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുത്തേക്ക് വരിക, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം എന്ന് യേശു പറഞ്ഞു. അങ്ങനെ യേശു സമാധാനിപ്പിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നിട്ടുള്ളത്. ധനവാന്മാരാരും യേശുവിൻ്റെ കൂടെ ഇല്ലായിരുന്നു, യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നതായും ബൈബിൾ പഠിപ്പിക്കുന്നില്ല, ബൈബിളിൽ കാണുവാനും കഴിയുന്നു. ഇപ്പോൾ ജീവിതത്തിൽ വളരെയേറെ ഭാരങ്ങളും വഹിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്ന വ്യക്തികളൊക്കെയാണ് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നത്. അവരിൽ പലരും സ്വാതന്ത്ര്യമില്ലാത്തവരായിരുന്നു, ചുറ്റുപാടുകളെ തിരിച്ചറിയുവാൻ കഴിയുകയില്ലാത്തവരായിരുന്നു. അതാണ് യേശു വഴിയിൽ കൂടി ശിഷ്യന്മാരും ആയി കടന്നു പോകുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ വഴിയരികിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. ഈ ബർത്തിമായി എന്ന് പറയുന്ന ആ മനുഷ്യന് കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ട് കാണുവാനൊന്നും കഴിയാത്ത ഒരു മനുഷ്യനാണ്. ചുറ്റുപാടുകളെ കുറിച്ച് യാതൊന്നും അറിയുവാൻ കഴിയാത്ത ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് ദൈവത്തോട് വിളിച്ചു പറഞ്ഞത് എന്ന്. യേശു ആ മനുഷ്യന്റെ വിളി കേൾക്കുകയും അവന്റെ അടുത്തേക്ക് ചെന്ന്, നിനക്ക് ഞാൻ എന്ത് ചെയ്ത് തടയണമെന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ കാഴ്ച പ്രാപിക്കണം എന്നാണ് യേശുവിനോട് പറഞ്ഞത്. യേശു അവന് കാഴ്ച കൊടുത്തു. അവൻ യേശുവിനെ കാണുകയും കാഴ്ച പ്രാപിച്ചവനായി അവൻ യേശുവിനോട് കൂടെ നടന്നു പോകുവാൻ ഇടയായി തീർന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അപ്പോൾ ജീവിതത്തിൽ കാഴ്ചപ്പാടുകളില്ലാത്ത, ചുറ്റുപാടുകളെ തിരിച്ചറിയുവാൻ കഴിയാത്ത, ചുറ്റുപാടുകളിൽ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന പലരും യേശുവിൽ കൂടി അവർ കാഴ്ച പ്രാപിച്ചു എന്നുള്ളത് നാം തിരിച്ചറിയുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ രണ്ട് കണ്ണുകൾ നമുക്കുണ്ട്, നമുക്കെല്ലാം കാണുവാൻ കഴിയും. എന്നാലും നമുക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയാത്ത അനേക കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിൽപ്പെട്ട നമ്മളിൽ പലരും നശിച്ചു പോയവരുമായിരിക്കും, പലവരും വഞ്ചിക്കപ്പെട്ടവരായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യവും നാം തിരിച്ചറിയണം. എന്നാൽ ദൈവം നമ്മളെ കാഴ്ച പ്രാപിച്ചവരാക്കുന്നുവെങ്കിൽ തീർച്ചയായും അപ്രകാരമുള്ള അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൊന്നും നാം നശിച്ചു പോവുകയില്ല എന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ഏതാണ്ട് 38 വർഷമായി തളർവാദ രോഗം പിടിച്ച് ഒരു കട്ടലിൽ കിടന്ന് ഒരു മനുഷ്യനെ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. ആ മനുഷ്യൻ മറ്റുള്ളവരൊക്കെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് മാത്രം സഹായിക്കുവാൻ ആരുമില്ലാതിരുന്നത് കാരണം അദ്ദേഹത്തിന് സൗഖ്യമാകുവാൻ കഴിയാതെ ആ കിടക്കയിൽ തന്നെ കിടന്നു. എന്നാൽ യേശു ആ മനുഷ്യന്റെ അടുത്ത് വന്ന് ചോദിച്ചത്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചപ്പോൾ അവൻ യേശുവിനോട് പറഞ്ഞ മറുപടി, എന്നെ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു എന്നാണ്. അപ്പോൾ യേശു ആ മനുഷ്യനോട് പറഞ്ഞു, നീ നിന്റെ കിടക്കയെടുത്ത് നടന്നു പോക എന്ന് പറഞ്ഞു. അങ്ങനെ 4 ദശാബ്ദങ്ങളിൽ ആദ്യമായിട്ട് ആ മനുഷ്യൻ തന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ചുവട് വയ്ക്കുവാൻ ഇടയായി തീർന്നു. അപ്രകാരം യേശുവിൻ ലോകത്തേക്ക് വന്നത് ആശ്രയമില്ലാത്തവരെയും ആരും സഹായിക്കാനില്ലാത്തവരെയും പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരെയും ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയും അവരെ സമാധാനിപ്പിക്കുവാൻ വേണ്ടിയും അവരെ അനുഗ്രഹിക്കുവാനും വേണ്ടിയാണ് പ്രിയമുള്ളവരെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഇന്ന് ലോകം മുഴുവൻ യാതൊരു സമാധാനവുമില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. നമ്മളിപ്പോൾ ഗാസയിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുന്നുവെങ്കിൽ നമ്മൾ പോകുന്നില്ല എങ്കിലും നമുക്ക് മീഡിയകളിൽ കൂടിയും മറ്റു മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അവിടെ നടക്കുന്നതായ സംഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നടക്കുന്നത് ജീവനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഒരു സ്ഥലത്തും മനുഷ്യന്റെ ജീവന് ഒരു സുരക്ഷയില്ല എന്നുള്ളതാണ്. മുകളിൽ ബോംബും മിസൈലും അവരുടെ ജീവനെ നശിപ്പിക്കുവാൻ, നഷ്ടപ്പെടുത്തി കളയുവാൻ നടന്നിരിക്കുമ്പോൾ താഴെ വെടിയുണ്ടകളും അതുപോലെ തന്നെ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ കൂടി മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാകുകയല്ല പ്രിയമുള്ളവരെ, അവിടെ അത് നീയും സംഭവിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ യെരൂശലേമിലേക്ക് വരുമ്പോൾ സ്ത്രീകളും കുട്ടികളും വലിയ മനുഷ്യ കൂട്ടം യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയപ്പോൾ യേശുവിനെ നോക്കി കരയുകയും യേശു അവരോട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് ദുഃഖിക്കേണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ വിലപിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് ഗാസയിൽ ഏറ്റവും അധികം മരിക്കുന്നത് കൊച്ചുകുട്ടികളും സ്ത്രീകളുമാണ് എന്നുള്ള യാഥാർത്ഥ്യം പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്. അവിടുത്തെ സ്ത്രീകളോടെ യേശുവിൻ അവിടെയുള്ള സ്ത്രീകളെന്ന് സന്തോഷിക്കുന്നവരുണ്ട്. കാരണം അവർ മക്കളെ പ്രസംഗിക്കുവാൻ കഴിയാത്തവരാണ്, മക്കളില്ലാത്തവരുമാണ്. മക്കളില്ലാത്തതിനെ ഓർത്താണ് അവർ സന്തോഷിക്കുന്നത്. കാരണം മക്കളുള്ളവരെ അനേകരുടെയും മക്കൾ ബോംബും മിസൈലും വെടിയുണ്ടകളും ഏറ്റ് മരിച്ചു വീണിരിക്കുന്നു. അപ്രകാരം ഇവർക്ക് മക്കളില്ലാത്തത് ഓർത്ത് അവർ സന്തോഷിക്കുകയാണ്. ഇതൊക്കെയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. കർത്താവായ യേശുവിന്റെ 2ാമത്തെ വരവ് അടുത്തിരിക്കുന്നതിന്റെ ലക്ഷണമാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചെന്നാൽ സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹവും മാത്രമാണ്. അത് നമ്മളിൽ നിന്നുണ്ടോ ആർക്കെങ്കിലും എന്ന് നാം സ്വയം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്നേഹമില്ല എന്നും ബന്ധങ്ങളില്ല എന്നും അങ്ങനെ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. എന്നാൽ കർത്താവായ യേശു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്, ഇതെന്റെ സമാധാനമാണ്. അത് 2-3 മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്നതല്ല, ലോകാവസാനം വരെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള വാസം വരെ ആ സമാധാനം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ആ സൗഭാഗ്യം ലഭിക്കുന്നത്.
ബാക്കി ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതൊക്കെ ഒരിക്കൽ നാം ഇവിടെ ഉപേക്ഷിച്ച് കടന്നു പോകേണ്ടവരാണ്. എന്നാൽ നമ്മുടെ ആത്മാവോട് നശിക്കുന്നില്ല. അത് ദൈവത്തോടു കൂടി എന്നേക്കും വസിക്കണമെങ്കിൽ നമ്മുടെ രക്ഷിതാവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരികയില്ല. കാരണം യേശു നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരുന്നുകൊണ്ട് യേശുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നമുക്ക് ഓരോരുത്തർക്കും യേശു തന്നിരിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ആദ്യം പറഞ്ഞതുപോലെ കർത്താവായ യേശു എവിടെയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജനമെല്ലാം യേശുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയും അവരെ സമാധാനിപ്പിക്കുകയും അവരെ ഭക്ഷണം കൊടുക്കുകയും അവരെ വിശപ്പടക്കിയവരായി അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. യേശുവിന്റെ അടുത്തേക്ക് അവർ വന്നതോ സമാധാനമില്ലാത്തവരായിട്ടായിരുന്നു. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് നമുക്ക് ആ യേശുവിന്റെ അടുത്തേക്ക് തന്നെ കടന്നു ചെല്ലാൻ ഇറങ്ങിപ്പോകാം എന്നാണ് ഇവിടെ തിരുവചനത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, യേശു പടകിൽ കയറിയിരുന്നു കൊണ്ട് ജനത്തോട് സംസാരിച്ചു. നമ്മുടെ ഹൃദയവും ഒരു പടക് തന്നെയാണ്. ആ പടകിൽ യേശു വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരിക്കലും വഴിതെറ്റി പോകുന്നവരായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ നശിച്ചു പോകുന്നവരായിട്ടോ ജീവിതത്തിൽ ആരും ഒന്നും സഹായിക്കുവാനില്ല എന്ന ഉള്ള പ്രത്യാശ നഷ്ടപ്പെട്ടവരോ ആയി മാറുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനും നമ്മളെ ചിലപ്പോൾ സഹായിക്കുവാനില്ലായിരിക്കും, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുവാനില്ലായിരിക്കും. എന്നാൽ ആശ്വാസദായകനായ യേശു നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് പള്ളിപ്രമാണിയായ യായിറോസ് തന്റെ ഏകമകൾ മരിച്ചപ്പോൾ യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എന്റെ മകൾ ധീനമായി കിടക്കുന്നു, നീ നമ്മളെ സൗഖ്യമാക്കണമെന്നായിരുന്നു. എന്നാൽ യേശു വിശ്വസിക്കുക എന്ന മനുഷ്യനോട് പറഞ്ഞു. അവൻ കുറച്ച് ദൂരം യേശു പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് നടക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വേലക്കാരൻ അല്ലെങ്കിൽ പരിചാരകൻ വന്ന് അവന്റെ മുതലാളിയോട് പറയുകയാണ്, ഗുരുവിനെ ശല്യപ്പെടുത്തേണ്ട, മകൾ മരിച്ചു പോയിരിക്കുന്നു എന്ന്. അപ്പോഴും യേശു പറഞ്ഞത് വിശ്വസിക്ക എന്നായിരുന്നു. ആ വീട്ടിൽ ചെന്ന് മരിച്ചു കിടന്നവളായ പള്ളിപ്രമാണിയുടെ മകളെ യേശു ജീവനുള്ളവളാക്കി അവർക്ക് നൽകിയപ്പോൾ അതുവരെ അവരനുഭവിച്ചിരുന്നതായ വലിയ വേദന ഒരിക്കലും തിരിച്ചു നൽകുവാൻ ആർക്കും കഴിയാത്ത ആ വലിയ വേദന, അതിൽ നിന്ന് യേശു ആ കുടുംബത്തെ വലിയ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ അനേകരെ യേശുവിന്റെ ശക്തിയാൽ, യേശുവിന്റെ സ്നേഹത്താൽ ഇന്നും ലോകത്ത് ജീവനോടെ നടത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ. ദൈവം തരുന്ന ആ അനുഗ്രഹങ്ങളെയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും തലമുറകൾക്കും അത് വലിയ അനുഗ്രഹവും സമാധാനവുമായി ഈ നശിച്ചു പോകുന്ന ലോകത്ത് നിന്ന് അവരെ ഒരു നല്ല വെളിച്ചമുള്ള പ്രകാശമാനമായ ഒരു ലോകത്തേക്ക് യേശു വസിക്കുന്നതായ ഇടത്തേക്ക് കൊണ്ടുവരുവാൻ നമ്മളുടെ ജീവിതത്തിൽ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും തിരുവചനം കേട്ട ഓരോരുത്തരുടെയും ഭവനങ്ങളിലും അവരുടെ ഹൃദയങ്ങളിലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ